ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ഇന്നലെ ഈ 20 ദിവസം കൊണ്ട് എന്നിട്ടും രാത്രി ചില ആൾക്കാർ ഇവിടെ ബിയർ കുപ്പി പൊട്ടിച്ചിടുക. വരുന്നവരും കൂടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ട് അവർ കഴിവത് ഈ വെച്ചേക്കുന്ന ബാസ്ക്കറ്റിലോട്ട് ഇത് ഇടാൻ നോക്കുക. 2-3 വൃക്ഷങ്ങൾ വെച്ച് ഇപ്പം 3 മാസമായി. അത് നല്ല രീതിയിൽ വരുന്നതിന് ഫെൻസൊക്കെ ചെയ്ത് എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുള്ളൊരു വിവരം പങ്കുവയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മുക്കം താന്നി ബീച്ചിലാണ്. താന്നി ബീച്ചിൽ ഞാനിങ്ങനെ രാവിലെ നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ഈ ബീച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും ബീച്ചിൽ വന്നിരിക്കുക അല്ലെങ്കിൽ ബീച്ച് ആസ്വദിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ബീച്ച് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ അവരിവിടുത്തെ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഒന്നും മുമ്പിൽ നിൽക്കുന്നവരല്ല. അവരിവിടെ രാവിലെ ജോഗിങ്ങിന് വരുന്നവരാ. അവരായിട്ട് തന്നെ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഈ ബീച്ച് ക്ലീനിങ്. പക്ഷെ അവർക്ക് ഒത്തിരി പരാതികളുണ്ട്. അവർക്കൊത്തിരി ഏതെല്ലാം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാര്യം വെച്ചാൽ പലരും പല പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ എങ്കിൽ പോലും അവരുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ ഈ ഒരു ബീച്ച് ക്ലീനിങ്ങിന് വേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്നു. രാവിലെ 6:30 മുതൽ ഇവിടെ ജോഗിങ്ങിന് വരുന്നവരാണ്. പക്ഷേ കണ്ടോ, ഈ സമയമായിട്ടും അവർ വീട്ടിലേക്ക് പോകാതെ ഇവിടെ ക്ലീൻ ചെയ്യാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എന്റെ കൂടെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ കണ്ടോ, ഇവരൊക്കെ കഴിഞ്ഞ 20 ദിവസമായിട്ട് കഷ്ടപ്പെട്ടതിന്റെ വേസ്റ്റ് ആണ് ഈ കാണുന്നത്. കണ്ടോ, നമ്മുടെ മുക്കം താന്നി ബീച്ചിൽ കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇവരുടെ ഒരു എഫേർട്ട് എന്ന് വെച്ചാൽ ചെറിയ എഫേർട്ട് അല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ജോഗിങ്ങിനൊക്കെ വന്നിട്ടുള്ള സൗഹൃദമാണല്ലേ ചേട്ടാ? തന്നെ ഇവരിൽ 1-2 പേരെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ബീച്ചില് കൂടുതൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ബീച്ചുമായിട്ട് ബന്ധമുള്ള ഞാനാണ്. ഞാൻ മിക്കവാറും ഇവിടെ വരും, കുട്ടികളെ കൊണ്ടുവരും. എനിക്കൊരു ചെറിയൊരു അക്കാഡമി ഉണ്ട് ഫുട്ബോളിൻ്റെ. അത് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾ ഒരുപാട് ഇവിടെ വരും. 10-70 കുട്ടികൾ കാണും. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ഇങ്ങനെ പലതവണ ഞാൻ ഇത് കണക്ക് ചെയ്തവരെ ഗ്രൂപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര സക്സസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നൊരു 2-3 വൃക്ഷങ്ങൾ വെച്ച് ഇപ്പം 3 മാസമായി. അത് നല്ല രീതിയിൽ വരുന്നതിന് ഫെൻസൊക്കെ ചെയ്ത് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ഇന്നലെ ഈ 20 ദിവസം കൊണ്ട് എന്നിട്ടും രാത്രി ചില ആൾക്കാർ ഇവിടെ ബിയർ കുപ്പി പൊട്ടിച്ചിടുക, പിന്നെ കുട്ടികളെ കാലിൽ കയറുക, ഇത് കണക്കുള്ള കുറേ മിസ്റ്റേക്സ് ഇവിടെ ഉണ്ട്. അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഹൈമാസ് ലാമ്പ് രണ്ടും കത്തിയിട്ട് 8 മാസത്തിൽ കൂടുതലായി. അതെല്ലാം കത്തിയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പഞ്ചായത്ത് ഇതിന് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല കൊല്ലം ജില്ലയിലെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഈ ഒരു 150 ബൈക്കെങ്കിലും ഒരു ദിവസം ശനിയാഴ്ച ഞായറാഴ്ച ഉള്ള ദിവസങ്ങൾ ഇവിടെ വരാറുണ്ട്. ഒരു 10-50 കാറ്. ഇവരെ നിന്നൊക്കെ ചെറിയ പേയ്മെൻറ്റ് മേടിച്ചുകൊണ്ട് ഇവിടെ 2 ക്ലീനിങ് പഞ്ചായത്തിൽ നിന്ന് ഒരു പൈസ എടുക്കാതെ ഈ 2 പിന്നെ പാർക്കിംഗ് സെറ്റ് ചെയ്യുന്നതിനും ഈ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കിടക്കും. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു മെയിനായിട്ട് പറഞ്ഞാൽ നമുക്കൊക്കെ വെച്ചാൽ ഏജ്ഡാണ്. അപ്പോൾ നമ്മളിവിടെ വരുന്നത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക്. ഇപ്പം ഈ വൃക്ഷങ്ങൾ തന്നെ വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരാനും കിളികൾ വരാനൊക്കെ സാധിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇവരവിടെ ജോയിൻ ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന വിഷ്ണുവാണ്. ബാക്കിയുള്ളവർ കിച്ചുണ്ട്, കെവിനുണ്ട്, ബിച്ചു, ശിവു. ഇദ്ദേഹം ഒരു പിന്നെ മെയിൽ നേഴ്സ് കൂടിയാണ്. അപ്പോൾ അത്രയും ജോലി സ്ഥലത്ത് നിന്നാണ് ഓടി വരുന്നത്. അപ്പം നമുക്ക് സന്തോഷം, വേറെ ഒന്നുമില്ല. നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊണ്ടുവന്ന ഒരു സന്തോഷം എങ്ങനെ പകർന്നു കൊടുക്കാം, അതിൻ്റെ ഒരു മാതൃക കാണിക്കുന്നത്. അല്ലാതെ വേറെ ബീച്ച് അങ്ങനെ യാതൊരു ഇതുമില്ല. നമ്മൾ മാക്സിമം ചെയ്യുക, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീച്ചിനെ ഈ അടുത്ത സമയത്തായിട്ടാണല്ലേ. ഇപ്പൊ സാധാരണ പരവൂര്, പിന്നെ അത് കഴിഞ്ഞ് വർക്കല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ താന്നി മുക്കൊക്കെ ഈ അടുത്ത സമയത്താണ് ഇത്രയും ഡെവലപ്പ് ആയിട്ട് വന്നത്. അപ്പൊ ശരിക്കും പറയാൻ നിങ്ങളുടെ ഒരു എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങളൊക്കെ പല പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ നിന്ന് ഇത്രയും ഇങ്ങനെ ക്ലീൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താ മനസ്സിലായി? അല്ല, ഞാൻ 2 ദിവസം മുന്നേ ഇതുവഴി ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഇത് കാണുന്നത്, ഇവരിന്ന് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 6:30-7 മണി സമയത്താണ് ഇവർ വൃത്തിയാക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ചോദിച്ചത് ഏതെങ്കിലും NGO അങ്ങനെ എന്തെങ്കിലും ഇതുവഴിയായിട്ട് ഉള്ള രീതിക്ക് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ പറയാല്ലേ, ഞങ്ങളിവിടെ നടക്കാൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണെന്നുള്ളത് പറയും. ഞാൻ പിറ്റേ ദിവസം രാവിലെ അത് കണക്ക് ഇവിടെ വന്ന് അപ്പോൾ നല്ല ആംബിയൻസിൽ നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയും ചെയ്യാം. അത് കണക്ക് ഇവരവിടെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരുന്നവരും കൂടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ട് അവർ കഴിവത് ഈ വെച്ചേക്കുന്ന ബാസ്ക്കറ്റിലോട്ട് ഇത് ഇടാൻ നോക്കുക. അതൊരു വലിയ പ്രശ്നമാണല്ലേ വിഷ്ണു? അതെ, വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഇവിടെ ഈ രാവിലെ ഞങ്ങളെല്ലാം ഹെൽത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഹെൽത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഈ ഇത്രയും വേസ്റ്റുകൾ നമ്മൾ ഏകദേശം 100 മേളിൽ ബാഗുണ്ട്.
ഇതെല്ലാം ഇതിന്റെ ബീച്ചിന്റെ പകുതി സൈഡ് വൃത്തിയാക്കിയാണ് ഈ 100 ബാഗ്. ഇനിയും പകുതി അവിടെ വൃത്തിയാക്കാൻ കിടപ്പുണ്ട്. അപ്പൊ ഈ നമ്മൾക്ക് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് പോകാനാണ്. ഈ ഡസ്റ്റ്ബിനൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ കുറേതൊക്കെ നമ്മൾ തന്നെ കാശ് കൊടുത്ത് മേടിച്ചാണ്. ഇനി പഞ്ചായത്ത് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴത്തേക്കും പുതിയ ഭരണസമിതിയുടെ അണ്ടറിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും. അപ്പൊ ഏതായാലും ഇവരുടെ ഒരു ഭയങ്കര എഫേർട്ടാണ് നമുക്ക് പറഞ്ഞ കാര്യം. ഇവരെല്ലാരും നമുക്കൊക്കെ അറിയാം, പല പല മേഖലയിൽ തന്നെ ഉള്ളവരാണ്. എങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഒരു ക്ലീനിങ് പരിപാടി? നമ്മള് ഇത് ഒരു ദിവസം നമ്മള് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. അതായത് ഈ ബീച്ചിന്റെ അവസ്ഥ ഭയങ്കര ദാരുണമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മള് സ്ഥിരം വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് ഇങ്ങനെ ആളുകൾ കൂടുകയും ചെയ്തു. അതിനനുസരിച്ച് ഇത് വൃത്തികേടാവുകയും ചെയ്തു. അപ്പൊ നമുക്കിത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാണ്. നമ്മുടെ നാട് വൃത്തിയാക്കണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ ഈ ഫോറിനേഴ്സ് ഒക്കെ വന്ന് ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. അതാ നമ്മളെ കൂടെ വന്ന് ഒരു ടീം സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും മുന്നിൽ നിൽക്കുകയും ചെയ്തു. അപ്പൊ നമുക്കൊരു വിഷമമാണ്. നമ്മുടെ നാട്ടുകാർ അതുപോലെ ചെയ്യുന്നില്ല. അപ്പം ഇത് എല്ലാരും നമ്മളെ ഇത് കണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് മുന്നോട്ട് പോയി ഇത് വീണ്ടും വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ സിവിക് സെൻസ് ആയിട്ട് ചിന്തിച്ച് ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ടുള്ള ഒരു എഫേർട്ട് ആണല്ലേ ബിച്ചു? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തിനെ അടിപൊളിയാക്കാനുള്ള എല്ലാ അറ്റംപ്റ്റും ഉണ്ട്? ഞാൻ ആദ്യം വരുന്ന സമയത്ത് വിഷ്ണുവും കെവിനുമായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ജോഗ് ചെയ്ത് ഇങ്ങനെ പോയി. പിന്നീട് ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയി. പിന്നെ ബൈജു പിന്നെ ഞങ്ങളെല്ലാവരും ഇതൊരു പിന്നെ ഒരു ശീലം പോലെ അങ്ങായി മാറി. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് ഈ ഡസ്റ്റ്ബിന്നെല്ലാം. അപ്പൊ ഇത് വൈകുന്നേരം വരുന്ന സമയത്ത് ഇതെല്ലാം മറിച്ചിടുക, ഈ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു റെസ്പെക്ട് തരാത്ത രീതിയിൽ വേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിടുക, തുറന്നിടുക. അതാണ് തന്നെ കുപ്പികളും ഉണ്ടാവുക. അപ്പൊ അതിന് ഒരു നമുക്ക് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പം ഇനിയുള്ള ഇതൊക്കെ ഈ വീഡിയോ കാണുന്നവര് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇത് കണ്ടിട്ട് അത് മാക്സിമം ഒന്ന് എന്താ ഒരു സിവിക് സെൻസോടെ ആ ഒരു കാര്യം കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇത് ഞാൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ? മുമ്പൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതിലേക്കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാട് മൂടി കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ എത്രമാത്രം ക്ലീൻ ആയെന്നറിയാമോ? ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ചില ഡസ്റ്റ്ബിന്നുകളിൽ ഇന്നലെ കൂടി ക്ലീൻ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഞാനിവിടെ വരുമ്പോഴും ഈ ക്ലീൻ ചെയ്ത ഡസ്റ്റ്ബിൻ അവർ വെച്ചിരിക്കുന്നതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ഇവർ വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇവർ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. മാത്രമല്ല ഫോറിനേഴ്സ് പോലും ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഡസ്റ്റ്ബിന്നുകൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവർ പോലും ഇത്രയും ക്ലീനിങ് ആക്ടിവിറ്റീസിൽ യാതൊരുവിധ പ്രയോറിറ്റിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ അവർ ചെയ്യുന്നുണ്ട്. ഇന്ന ആൾ ചെയ്യേണ്ടുള്ള ജോലിയാണ്, അത് അവർ ചെയ്തോട്ടെ, ഞങ്ങൾ ചെയ്യേണ്ടുള്ള ഇങ്ങോട്ട് ചെയ്തോട്ടെ, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. ഒരു ജോലിയിലും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യത തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഉച്ച നീചത്വങ്ങളും ഇല്ലാതെ നിങ്ങൾ വൃത്തിയായി നിങ്ങളുടെ നാട് ഒരാൾ വിചാരിച്ചാൽ മതി ഒരു പരിസരം മൊത്തം വൃത്തിയിടാവാൻ. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവിടുത്തെ ഫുഡില് കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ ഐസ്ക്രീമും മറ്റേ ഈ കടലയുടെയും പ്ലേറ്റ് ഒക്കെ ഇല്ലേ, ഇവർ ഈ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വാങ്ങുന്നവരടുത്ത് പറയത്തില്ല. ഒരു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് കഴിച്ചാലും ഇവിടെ ഇഷ്ടംപോലെ ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിന്റെ അകത്ത് ആ വേസ്റ്റ് ഇടുക എന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പോഴത്തേക്ക് ഈ കടക്കാരങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ എന്തായാലും മറന്നു പോകത്തില്ല. അവർ ചെറിയ ഓർത്ത് വെച്ചിട്ട് എങ്ങനെയും 10 പേരെങ്കിലും ഇടുമല്ലോ. ശരിക്കും ഒരു ഫൈൻ സിസ്റ്റം ഒക്കെ വരേണ്ടതല്ലേ? അതെ അതെ. ഈ വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഫൈൻ കൊടുക്കണം കണ്ടുപിടിച്ചിട്ട്. അതേപോലെ അത്രയ്ക്കും നല്ല പ്ലാസ്റ്റിക്കും ഉണ്ട്, എല്ലാ തരത്തിലും. ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ഒരുപാടുണ്ട്, പട്ടികളും എല്ലാം എടുത്തിട്ട് അവിടെ ഇവിടെയും കൊണ്ടിടുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗാർഡുകളുടെ ഒക്കെ ഒരു സർവീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പണിയും നന്നായിരിക്കും. നമുക്ക് എന്തായാലും ഒരു CCTV തൽക്കാലം വെക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു പരിമിതിക്കുള്ളിൽ ഒരു ഗാർഡിനെയോ അല്ലെങ്കിൽ എന്തായാലും നാളെ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ബീച്ചായിട്ട് മാറും, എല്ലാവരും അറിയുന്നല്ലേ? അപ്പൊ ഏതായാലും നിങ്ങളുടെ ഈ ഒരു അറ്റംപ്റ്റ് ഇവിടെ എന്നും ഓർമ്മിക്കപ്പെടും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അല്ലേ? കൂടെ ഉള്ളത് ബൈജു ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അറ്റംപ്റ്റിന് കുറച്ച് കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ളത് അല്ലേ? ബൈജു ആയിരുന്നോ തുടങ്ങി വെച്ചത്? വിഷ്ണു ആയിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ വേറെ പ്രൊഫഷനിലൊക്കെ ഉള്ളവരാണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു ഇതിൽ ഈ ഒരു ജോയിൻ ആവുമ്പോ എന്താണ് മനസ്സിൽ?
മനസ്സിലെന്ന് വെച്ചാൽ നല്ല ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ അത്രയും വലുതായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നിറയെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ബിയർ കുപ്പികൾ, അങ്ങനെ തുടങ്ങി സിറിഞ്ചുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പുറക്കി മാറ്റേണ്ടതായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ശരിക്കും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുതലുണ്ടായിരുന്നു ഇഷ്ടംപോലുണ്ട്. ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ ഇങ്ങനെ രാത്രി ക്ലീൻ ചെയ്തിട്ട് അല്ല രാവിലെ ക്ലീൻ ചെയ്തിട്ട് രാത്രി ആകുമ്പോൾ വീണ്ടും അതെ, ഞങ്ങളുടെ വൈകുന്നേരം ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടാണ് അവർ വേസ്റ്റ് ഇടുന്നത്. അതായത് വേസ്റ്റ് ബോക്സ് അവരുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചെന്ന് എടുത്തിടാനുള്ള കഴിവ് അവർക്കില്ല. കഴിക്കാനുള്ള കഴിവേ അവർക്കുള്ളൂ. അപ്പൊ ഏതായാലും നമ്മുടെ ഇതൊക്കെ നിങ്ങൾ ക്യാഷ് കൊടുത്തു നിങ്ങൾ തന്നെ മേടിച്ചു വെച്ചേക്കുന്നല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പൊ അവരെ മാക്സിമം അതിൽ തന്നെ നിങ്ങൾ ഇടിയിക്കുക, പറഞ്ഞിടിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ അവർ ഇടുന്നില്ല. ആ ഒരു കൾച്ചറിലോട്ട് വന്നില്ല. ഏതായാലും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ അറിയുക. കാരണം നമ്മുടെ ഈ ഒരു നാടിനെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയൊക്കെ വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. കാര്യം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങൾ ക്ലീൻ ചെയ്തും വളരെ മനോഹരമാക്കാനുള്ള ഒരു ശ്രമമാണ്. ആ തീവ്രമായ ശ്രമത്തിനിടയിലാണ് ഇതുപോലുള്ള ചില ആളുകൾ വന്നിട്ട് ഇവരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ദ്രോഹിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വന്ന് ക്ലീൻ ചെയ്യേണ്ട, നിങ്ങൾ വൃത്തിയാക്കണ്ട, പക്ഷെ ഇവരെ ഒന്ന് ദ്രോഹിക്കാതിരുന്നൂടെ? ആ പണിയെങ്കിലും നിങ്ങൾ ചെയ്തൂടെ? അപ്പൊ നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ ഒന്ന് മനോഹരമായി ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചെറുപ്പക്കാര് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു അധികാരികളിൽ നിന്നോ യാതൊരു ഒരു ഫലവും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നൂടെ? ഉപകാരമോ ഇല്ല, നിങ്ങൾക്ക് ഉപദ്രവിക്കാതെങ്കിലും ഇരുന്നൂടെ? നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ ഈ ചെറുപ്പക്കാർ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ശ്രമത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിലുവനിത്സൻ, വിസ്മയ ന്യൂസ്.